ഈ പ്രമേയം അവതരിപ്പിച്ച വിഷ്ണുനാഥിന് കർണാടകയിലെ ചുമതലയുണ്ടല്ലോ. ആ കർണാടകയിലെ ഗവൺമെന്റ് മാതൃകയായി ഞങ്ങൾ ഇന്നത് ചെയ്യുന്നു എന്ന് പറയാമോ? വാമന സ്റ്റോർ കൊണ്ടുവന്ന് മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് അവര്. ഞങ്ങളുടെ ചരിത്രം അതാണ് സാർ. പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ, അവർക്ക് ആശ്വാസം പകരാൻ, ഓണക്കാലത്ത് ന്യായവിലയ്ക്ക് സാധനം കൊടുക്കുക, ഇതെല്ലാം ഞങ്ങളുടെ ചരിത്രമാണ്. കടകൾ അടഞ്ഞു പോകുന്നത് രേഖ കിടക്കുന്നുള്ളതുകൊണ്ട് ഔദ്യോഗിക ഡാറ്റ അനുസരിച്ച് 6% കഴിഞ്ഞ വർഷം ഈ വർഷം റെസ്റ്റോറന്റുകളുടെ വളർച്ച തന്നെ. പിന്നെ നമ്മുടെ ഓണക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാറ്ററിംഗ് ആണ്. അവർക്ക് ഓർഡറുകൾ പോലും കൊടുക്കാൻ പറ്റാത്തൊരു 1 ലക്ഷം രൂപ അല്ലേ കുടുംബശ്രീയുടെ കാറ്ററിംഗിന്റെ 1 ലക്ഷം ഓണസദ്യ 1 ലക്ഷമാണ് കുടുംബശ്രീ മാത്രം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണക്കുകൾ ശരി. റെമിറ്റൻസിന്റെ കാര്യത്തിലും ഇവിടെ പറഞ്ഞതിലും ഇന്ന് ഇപ്പോ കോവിഡിന് ശേഷം കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ വീണ്ടും വർദ്ധിച്ചിരിക്കുന്നതാണ് ഔദ്യോഗികമായ കണക്ക്. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ എന്നൊരു ക്ലാരിഫിക്കേഷൻ. ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ, ഇവിടെ സഭയിൽ വളരെ ഗൗരവമായിട്ടുള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടി ജില്ലാ സമ്മേളനത്തിൽ നടക്കാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പത്രത്തിൽ വന്നതാണെന്ന് പറഞ്ഞൊരു വാർത്ത ഒരു രേഖയുമില്ലാതെ ബഹുമാനപ്പെട്ട കോളംഗം ഉന്നയിക്കുകയാണ്. സാർ, ഈ സഭയിൽ ഓരോരുത്തരെയും കുറിച്ച് പത്രത്തിൽ വന്ന വാർത്തകളൊക്കെ ഞങ്ങൾ ഉദ്ധരിക്കാൻ നിന്നാൽ എന്തായിരിക്കും ഉദ്ധരണികൾ വരാൻ പോകുന്നതെന്ന് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന, എന്റെ ആവശ്യം, അത് CPI ജില്ലാ സമ്മേളനത്തിൽ വന്നു എന്ന് പറയുന്ന തെറ്റായ രേഖ, മേശപ്പുറത്ത് പോലും വെക്കാൻ പറ്റാത്ത തെറ്റായ രേഖ അദ്ദേഹത്തിന്റെ ഉദ്ധരണി രേഖയിൽ നിന്നുള്ള പരിശോധിക്കാം. അടിയന്തര അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി മറുപടി പറയുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷം പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ മറച്ചു പിടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം. എന്നാൽ അതിനുവേണ്ടി ഇപ്പം ചില കണക്കുകൾ തന്നെ ഇവിടെ പറയുകയുണ്ടായി. മുളകിന് ചാലയിൽ ഇത്ര രൂപയാണ് ഹോർട്ടികോർപ്പിൽ 55 രൂപയുടെ മുളകുണ്ട്. ഞാൻ വീണ്ടും പരിശോധിച്ചു. ഈ ശ്രീ വിൻസെന്റിന്റെ സംസാരത്തെ തുടർന്ന് 70 രൂപയുടെ മുളക് അവിടെ ഉണ്ട്. ഇവിടെ 110 പറയുമ്പോൾ 110ന്റെ മാത്രം കണ്ടിട്ട് രണ്ടും ഒരേ ഗുണത്തിലുള്ളതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ട് അവതരിപ്പിക്കുകയാണ്. നമ്മുടെ പ്രമേയത്തിന്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പം തക്കാളിയുടെ കാര്യം പറഞ്ഞു, 33 രൂപയുടെ തക്കാളി. നമ്മുടെ നാടൻ തക്കാളി വരുമ്പോഴത്തേക്ക് ആ തക്കാളിക്ക് സാധാരണ മറ്റു തക്കാളികൾ വില കൂടുതലുണ്ടാവും. ഇത് വരും. അത് ഉടനെ തന്നെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യം പറയുമ്പോൾ നേരെ അതുമായി ചില മാധ്യമങ്ങൾ ചേർന്നിട്ട് അവതരിപ്പിക്കുമ്പോൾ ഈ വില ഇങ്ങനെയാണ് സ്ഥാപിച്ച് അടുത്ത ദിവസങ്ങൾ വീണ്ടും അതൊരു ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നിടത്തല്ല, ഹോർട്ടികോർപ്പിലെ സാധനങ്ങളുടെ ഗുണമേന്മയും അതിൻ്റെ രീതികളും കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ ഇവിടെ സംഭരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതൊരു ശരിയായ വസ്തുതയല്ല. നമ്മൾ ഏറ്റവും കൂടുതലായി സംഭരിച്ച കാലയളവാണിത്. ഞാൻ ആ കണക്കുകളും എൻ്റെ കൈവശമുണ്ട്. പരമാവധി സംഭരിക്കാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ തന്നെ യോഗങ്ങളെല്ലാം ചേർന്നിട്ട് കർഷകർ എവിടെയെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും നിർദ്ദേശം കൊടുത്തു. രജിസ്റ്റർ ചെയ്യാൻ ആരെങ്കിലും മറന്നു പോവുകയും അവരുടെ ഉൽപ്പന്നം എടുക്കാനൊക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെ അതും പിടിച്ചിരിക്കേണ്ടത് പറഞ്ഞിട്ട് എവിടെ കർഷകർ ഉൽപ്പാദിപ്പിച്ചാലും അത് എടുക്കണമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഒരു പരാതി ആ തരത്തിൽ ഉയർന്നു വന്നു. ഞാൻ പറഞ്ഞത് കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നടപടിയെടുക്കും. എവിടെങ്കിലും ഉൽപ്പന്നം വിറ്റഴിക്കപ്പെടാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പോയി എറണാകുളത്ത് വന്നിട്ട് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഞാൻ ഇടുക്കി ജില്ലയിലെ വട്ടവട, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് അവർ തന്ന പരാതി ഞാൻ അങ്ങേക്ക് തരാം. അവർ തന്ന പരാതി ഒന്ന്, അവരിപ്പോൾ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ് ഇത് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾ പ്രൊക്യൂർമെന്റും പേയ്മെന്റും കറക്റ്റായി ഈ ഹോർട്ടികോർപ്പിന്റെ നടക്കാത്തതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വട്ടവട തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഏജന്റുമാരെ പൈസ കൊടുത്തവരെന്ന് മേടിച്ചിട്ടുണ്ട്. വില കുറച്ച് വട്ടവടയുമായി അതായത് കഴിഞ്ഞ നേരത്തെയും വട്ടവടയുമായി ബന്ധപ്പെട്ട് അങ്ങ് പറഞ്ഞു. അന്നും ഞാൻ പറഞ്ഞു, അങ്ങ് വട്ടവടയുമായി ബന്ധപ്പെട്ട് തന്നാൽ പരിശോധിക്കാം എന്ന് ഞാൻ പറഞ്ഞു. ഇതുവരെയും അങ്ങ് തന്നിട്ടില്ല. ഞാൻ അത് പറയണതല്ല. അങ്ങയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ അങ്ങയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഞാൻ പറഞ്ഞ വാക്കുകൾ കേൾക്കണം. വട്ടവടയുടെ കാര്യത്തിനകത്ത് വട്ടവടയിലെ ചില സംഘങ്ങൾ അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകൾ, ചില പ്രയാസങ്ങൾ, അവരുമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ കൊടുത്ത, ഈ ഗവൺമെന്റ് കാലത്തല്ല, നേരത്തെ കൊടുത്ത ഒരു പച്ചക്കറികളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം നിൽക്കുന്നുണ്ട് അവിടെ. അത് കണക്കിലെ പ്രശ്നങ്ങളാണ്. അതാണ് അവർ തരുന്ന പരാതി. ഞാൻ അന്നും പറഞ്ഞതാണ്. അത് അങ്ങയുടെ സാന്നിധ്യത്തിൽ വേണം ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു തർക്കമോ കാര്യത്തില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ അങ്ങനെയാണെന്ന് വരുത്തരുത്. അല്ല, ഏത് പ്രശ്നം കർഷകർ ഉന്നയിക്കുന്നോ ആ പ്രശ്നങ്ങൾ
നിങ്ങളുടെ ആരുടെ സാന്നിധ്യത്തിൽ വേണമെങ്കിലും ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഒരു കർഷകനും അതില്ല. 2000-ഓളം കർഷക ചന്തകളാണ് ശ്രീ വിജിൻ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഓണക്കാലത്ത് കൊടുത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ 50-ലധികം കർഷക ചന്തകൾ വർദ്ധിപ്പിച്ചിട്ടാണ് ഈ പ്രശ്നം. ഈ 4 ദിവസം ഈ കേരളത്തിലെ കർഷകർക്ക് ആ തരത്തിൽ പ്രയോജനം ലഭ്യമാകുന്ന തരത്തിലേക്ക് ഈ ഏതാണ്ടൊരു 7 കോടിയോളം രൂപയുടെ ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് നിന്ന് വാങ്ങിക്കുകയാണ്. കർഷകൻ സാധാരണ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ 10% കൂടുതൽ വിലയ്ക്ക് കർഷകരിൽ സംഭരിക്കുകയും ഉപഭോക്താവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് 30% വില കുറച്ചും കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. എവിടെയെങ്കിലും കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് പ്രത്യേകമായ ഷോപ്പുകളിലൂടെ ഉൾപ്പെടെ നമുക്ക് ഇടപെടാൻ വേണ്ടിയിട്ട് ഹോർട്ടികോർപ്പിനെയും ആ തരത്തിൽ ശക്തിപ്പെടുത്തി മുമ്പോട്ടുണ്ട്. നമുക്കൊക്കെ അതിനകത്തുള്ള ഞാൻ ഇന്നലെയും പറഞ്ഞു, VFPs കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ ഭരണപരമായ ചെലവുകൾ ഉൾപ്പെടെ കൂടി നിൽക്കുന്ന പ്രതിസന്ധികൾ ചിലയിടങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെപ്പോഴും പുറത്തേക്ക് തള്ളിക്കളയാൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും അവരുടെ ജീവിതങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നമുക്കൊരു ബിസിനസിന്റെ രംഗത്തേക്ക് നോക്കുന്ന അവസരത്തിൽ അതൊക്കെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും അവരെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. അതുകൊണ്ട് വിപണിയിലെ ഇടപെടൽ ഫലപ്രദമായി മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ചും നടത്തിയൊരു കാലത്താണ് നിൽക്കുമ്പോൾ അതിനെ വെച്ചിട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. വിപണിയിൽ വിലക്കയറ്റത്തിന്റെ തോത് പിടിച്ചു നിർത്താൻ വിലക്കയറ്റമില്ലാത്ത ഒരു ഓണത്തെ സംജാതമാക്കാൻ കഴിഞ്ഞ കാലയളവിൽ നിന്നിട്ട് ആ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് പറഞ്ഞത് ശരിയല്ല എന്നാണ് പറയാനുള്ളത്. യെസ്, ബഹുമാനപ്പെട്ട ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞോ. നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ കഴിയില്ല, വീണ്ടും വീണ്ടും പറഞ്ഞോളൂ. പറഞ്ഞോ മിനിസ്റ്റർ പറഞ്ഞോ. നമ്മളെല്ലാം കേട്ടതാണ്. മിനിസ്റ്റർ പറഞ്ഞോ. യെസ് സാർ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിർത്തിയത് ഗവൺമെന്റ് ഇടപെടൽ പോരാന്നാണ്. ഗവൺമെന്റ് ഇടപെടൽ വളരെ വളരെ ഫലപ്രദമാണ് എന്ന് കഴിഞ്ഞ നാളുകളിലെ മാർക്കറ്റ് ഇന്റർവെൻഷന്റെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും സാർ. ഇവിടെ ഓണത്തിനും മുമ്പും പലപ്പോഴും മാധ്യമങ്ങളടക്കം കടുത്ത വിമർശനം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ആ മാധ്യമങ്ങൾ വിമർശനം നടത്തിയതിന് ക്ഷമയോടെ കേൾക്കാനും അതിനനുസരിച്ച് പരിഹാരം കാണാനുള്ള ഫലപ്രദമായ ഇടപെടലാണ് ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് ഏറ്റവും അവസാനത്തെ മാസത്തെ കണക്കാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഓണക്കാലത്ത് തന്നെ ഒരു മാധ്യമം പോലും, പ്രിന്റ്, വിഷ്വൽ മീഡിയ, ഒരാൾ പോലും ഈ മാർക്കറ്റിലെ ഇടപെടലിനെ വിമർശിക്കാൻ, അത്തരത്തിലൊരു ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അവിടെയാണ് സാർ ഗവൺമെന്റിന്റെ ഇടപെടലിനെ സംബന്ധിച്ച് ഞാൻ രാവിലെ ഈ നോട്ടീസ് കണ്ടപ്പോൾ ഈ സമ്മേളനത്തിലെ അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് എന്ത് സംഭവിച്ചു ഈ പ്രതിപക്ഷത്തിന് എന്ന് ഇവിടെ പല സുഹൃത്തുക്കളും സൂചിപ്പിച്ചതുപോലെ ഞാനും അത്ഭുതത്തോടെയാണ് കണ്ടത്. ചർച്ചയ്ക്ക് എടുത്ത ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചർച്ചയ്ക്ക് എടുത്ത സമയത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞു, ചർച്ചയ്ക്ക് എടുക്കുന്നതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്താ, ഗവൺമെന്റിന് പറയാൻ കഴിയേണ്ടുന്ന പല കാര്യങ്ങളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാൻ ഉള്ളൊരു അവസരമായി ഇത് ചർച്ചയ്ക്കെടുക്കാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കണക്കുകളെല്ലാം ഉദ്ധരിച്ചു. നിങ്ങൾ ഒരു കാര്യം അറിയേണ്ടുന്നത്, എല്ലാ വിഷയത്തിനും UDFന്റെ ഭരണവും LDFന്റെ ഭരണവുമായി താരതമ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ കാര്യമില്ല. പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ 2011 മുതൽ 2014 വരെ ഭരിച്ചിരുന്നത് UDF ആണെന്ന് അംഗീകരിക്കാമല്ലോ. 2011 ഇൻഡെക്സ് കണക്ക് പറയുന്നത് 10.11 ആണ്. 2012 7.65 ആണ്. 2013 14.22 ആണ്. 2014 9.13 ആണ്. അപ്പം ഈ കണക്ക് മാറിയും പല രൂപത്തിലേക്ക് മാറ്റങ്ങൾ വരാം. ആ കണക്കുകൾ 2016 5.05 ആണ്. 2022 5.1 ആണ്. 2024 4.4 ആണ്. ഇപ്പോൾ വന്നിട്ടുള്ള പണപ്പെരുപ്പത്തിന്റെ ശതമാന കണക്ക് യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഉപഭോക്തൃ വില സൂചികയുടെ റാങ്കിൽ പ്രതിഫലിക്കേണ്ടതാണ്. 2020-21 മുതൽ 2023-24 വരെ എടുത്താൽ രാജ്യത്തെ 21 പ്രധാന സംസ്ഥാനങ്ങളിൽ 14നും 17നും ഇടയ്ക്കാണ് കേരളത്തിന്റെ റാങ്ക്. അതല്ലേ രേഖ നിങ്ങൾക്ക് പരിശോധിക്കാം. കാർഷിക വ്യവസായ പ്രധാനങ്ങളായ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങൾ ഈ റാങ്കിൽ നമുക്ക് മുകളിലാണ്. അതാണ് കണക്കുകൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില മാറ്റങ്ങൾ ഉണ്ടാകാം. അതെങ്ങനെ കണക്കാക്കുന്നത്? ഇവിടെ ചർച്ച നന്നായി നടന്നു. ചില അംഗങ്ങൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ വിശദമായി പറഞ്ഞു പോകുന്നില്ല. 2025 ഏപ്രിൽ, ജൂൺ, ജൂലൈ മാസങ്ങളിലെ ഭക്ഷണ പാനീയങ്ങൾ എന്ന വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള വില വർധനവ് ഇതിൽ പ്രധാനമാണ്.
സർ, ഇതിൽ ഭക്ഷണപാനീയങ്ങൾക്ക് 46% വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഈ കാലയളവിൽ ഇറച്ചി, മുട്ട, മീൻ, പാൽ, പഞ്ചസാര ഇതിനൊന്നും വില കൂടിയിട്ടില്ല. പച്ചക്കറിക്കും പയർവർഗ്ഗങ്ങൾക്കും സുഗന്ധവ്യഞ്ജനങ്ങൾക്കും വില കുറയുകയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയാണ് സർ പണപ്പെരുപ്പത്തിന്റെ ശതമാനം കൂടിയത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഉള്ളിലേക്ക് കടന്നു നോക്കുമ്പോഴാണ് ഓയിലിന്റെയും ഫാറ്റ്സിന്റെയും എന്നീ വിഭാഗങ്ങളിൽ ഉണ്ടായ വർധനവാണ് ഈ കണക്കിൽ പ്രതിഫലിച്ചതെന്ന് കാണാൻ കഴിയും. നാളികേരത്തിന്റെ ഉൽപാദനത്തിലെ കുറവും ഉപഭോഗത്തിലെ കൂടുതലുമാണ് കേരളത്തെ ഈ കണക്കിൽ ഉയർന്ന പണപ്പെരുപ്പ ശതമാനത്തിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് പലവക ചരക്കുകൾ എന്ന ഇനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവാണ്. ഇത് ദേശീയ തലത്തിൽ 28%, കേരളത്തിൽ 38.5 തൊട്ട് 42.5% വരെയാണ്. എന്താണ് ഇതിന് കാരണം? ഈ ഇനത്തിൽ വരുന്നത് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആരോഗ്യം, വിദ്യാഭ്യാസം, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പേഴ്സണൽ കെയർ എന്നിവയൊക്കെയാണ്. വിദ്യാഭ്യാസ ആരോഗ്യ ചെലവിൽ ഒന്നും ഇപ്പോൾ പെട്ടെന്നൊരു വർധനവും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ശതമാനക്കണക്ക് കൂടിയത് സ്വർണ്ണാഭരണങ്ങൾ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി, രത്നങ്ങൾ, മുത്തുകൾ, കൂടാ സിഗരറ്റ്, സോപ്പ്, പേസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളുണ്ട്. ഇതിലുണ്ടായിട്ടുള്ള മാറ്റവും നമുക്ക് ഈ ഇൻഡെക്സിൽ മാറ്റം വന്നിട്ടുണ്ടാകും എന്നാണ് അത് കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നോക്കാൻ കഴിയും. സാർ, ഇവിടെ നമ്മൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും ക്രയവിക്രയ ശേഷി കൂടുതലാണ് എന്ന് നമ്മളെല്ലാം ഒരുപോലെ സമ്മതിക്കുന്ന വിഷയമാണ്. ഇവിടെ ചർച്ചയിലും പറയുകയുണ്ട്. വാസ്തവത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഇനങ്ങളിൽ ഒന്നും തന്നെ വിലവർധനവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കണക്കുകൾ വെച്ച് പറയാം. സാർ, കഴിഞ്ഞ ഓണക്കാലത്ത് ഏറ്റവും അവസാനത്തെ എടുക്കാമല്ലോ, ഓണക്കാലത്തെ മാർക്കറ്റിലേക്ക് പോയ മാധ്യമങ്ങൾ, വിഷ്വൽ മീഡിയാസ് എല്ലാം അവർ നിരവധിയായിട്ടുള്ള സാധാരണക്കാരെ ഇന്റർവ്യൂ നടത്തിയല്ലോ. ആരെങ്കിലും ഒരാൾ പച്ചക്കറിയുടെ വില വർധനവിനെ കൊണ്ട് ഓണം ആഘോഷിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കാണാൻ കഴിഞ്ഞു? അപ്പൊ അതാണ് വാസ്തവം എന്ന നിലയ്ക്ക് അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ എപ്പോഴും കാണുന്നത് എന്താ? നിങ്ങൾ കാണുന്നത് സമ്പന്നരെയും ലാഭത്തിന്റെയും കണക്കുകൾ മാത്രമാണ്. ഞങ്ങൾ കാണുന്നത് സാധാരണക്കാരെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. നിങ്ങൾ ആണയിട്ട് 1000 തവണ സാധാരണക്കാരുടെ ഇടയിലാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങൾക്കറിയാം, നാട്ടിലെ ആളുകൾക്കും അറിയാം. സാധാരണക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിച്ചു. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കണം. നിങ്ങളുടെ കാലത്ത് അതെല്ലാം കഷ്ടതയിലും തകർച്ചയിലും അതിന്റെ കഥകളൊക്കെ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത്തരം ഒരു ഘട്ടത്തിൽ അരിയുടെയും പച്ചക്കറിയുടെയും പലവ്യഞ്ജന സാധനങ്ങൾ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ ഗവൺമെന്റ് എടുത്ത നിലപാട്, അതാണ് മാർക്കറ്റ് ഇന്റർവെൻഷനായി നമ്മൾ കാണുന്നത്. അത് ഫലപ്രദമായി നിർവഹിച്ചു. വിലവർധന ഉണ്ടാകാതെ ഫലപ്രദമായി നിർവഹിച്ചതിന്റെ ഉദാഹരണം ഇവിടെ സൂചിപ്പിച്ചില്ലേ? റേഷൻ കടകളിലൂടെ ചരിത്രത്തിലാദ്യമായിട്ടല്ലേ നമ്മുടെ ഗവൺമെന്റ് ഇവിടെയല്ലേ ഈ സഭയല്ലേ പാസ്സാക്കിയത് ഏകകണ്ഠമായി. ആ സഭ പാസ്സാക്കി ആവശ്യപ്പെട്ടത് എന്താ? നമുക്ക് മുൻപുണ്ടായിരുന്ന 2 ലക്ഷം മെട്രിക് ടൺ അരി കൂടി നൽകണമെന്ന ആവശ്യമാണ്. ഞാൻ ഈ ഓണം പ്രമാണിച്ച് പോയി കണ്ടല്ലോ കേന്ദ്രമന്ത്രിയെ. 1 മണി അരി തന്നില്ലെന്ന് മാത്രമല്ല, പറഞ്ഞ വാചകം എന്താ? OMS സ്കീം അനുസരിച്ച് നിങ്ങൾ അവിടെ പോയി FCIയിൽ നിന്ന് ലേലത്തിൽ എടുക്കാൻ എന്ന് പറഞ്ഞാൽ 23-24 രൂപ വിലയ്ക്ക് പൈസ ഉള്ളവരായതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാം. അത്തരം ഘട്ടത്തിൽ അത് കണ്ട് മടങ്ങി തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്ന നിലപാടല്ല ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ അറിയണം. കേരളത്തിൽ ഓണക്കാലത്ത് ഫലപ്രദമായി എല്ലാ കുടുംബങ്ങൾക്കും അരി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു. ഇവിടെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല. വെള്ള കാർഡുകാരന് 15 കിലോ അരിയാണ്. അത് മാർക്കറ്റിൽ 50 രൂപയിലധികം വിലയുള്ള അരിയാണ് നമ്മൾ കൊടുത്തത്. ഒരു ആക്ഷേപവും വന്നില്ലല്ലോ കേരളത്തിൽ. നീല കാർഡുകാരന് അവന് ലഭിക്കുന്ന അരിക്ക് പുറമെ 10 കിലോ കൊടുത്തല്ലോ. അതുപോലെ ചുവന്ന കാർഡുകാരന് ലഭിക്കുന്ന പെർ ഹെഡ് 5 കിലോയ്ക്ക് പുറമെ ഒരു കാർഡിന് 5 കിലോ കൊടുത്തല്ലോ. ഇതെല്ലാം കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അതിന് പുറമെയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ 20 കിലോ അരി 25 രൂപ നിരക്കിൽ കൊടുത്തത്. അവർക്ക് ലഭിച്ചിരുന്ന 8 കിലോ അരി 33 രൂപയ്ക്ക് ലഭിച്ചിരുന്ന അരിക്ക് പുറമെയാണ് ഓണം പ്രമാണിച്ച് 20 കിലോ അരി 25 രൂപയ്ക്ക് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് 43-44 കിലോ അരി സൗജന്യ നിരക്കിലും ന്യായവിലയ്ക്കും വാങ്ങാനുള്ള അവസരമൊരുക്കിയതാണ് വിലക്കയറ്റത്തിലേക്ക് എത്തിയെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് പോയി ഈ ഓണക്കാലവും കഴിഞ്ഞ ദിവസങ്ങൾ വിലക്കയറ്റമാണെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർ അംഗീകരിക്കുമോ? ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ MLA-മാരുണ്ടല്ലോ. നിങ്ങളല്ലേ ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെ 1-2 MLA-മാർ സൂചിപ്പിച്ചു, ഭരണകക്ഷി MLA-മാർ.
പ്രതിപക്ഷ MLA-മാരായി ഈ വിഷയം അവതരിപ്പിച്ച വിഷ്ണുനാഥല്ലേ കുണ്ട്രയിലെ സപ്ലൈകോയുടെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തത്? പരവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവല്ലേ? നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ സാധനമില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും ക്വാളിറ്റിയുടെയും പരാതി പറയുന്നത് ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞോ? അവിടെയെല്ലാം തന്നെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അവിടെയെല്ലാം നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ആ പ്രസംഗം നേരിട്ട് കേട്ട മന്ത്രിയാണ് മറുപടി പറയുന്നത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. എല്ലാ സ്ഥലത്തെയും 140 മണ്ഡലങ്ങളിലും ആ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഓണക്കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടാണ് നിങ്ങളെയെല്ലാം സഹകരിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയത്. അല്ലാതെ രണ്ടായിട്ട് കണ്ടല്ല. ഞങ്ങളെ സഹകരിപ്പിച്ചെന്ന് പറയുന്ന എല്ലാ സർക്കാരിന്റെ കാലത്തും എല്ലാ നിയോജക മണ്ഡലങ്ങളിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യണം. അതായത് MLA-മാരാ നിങ്ങൾ ഏതാണ്ട് ഞങ്ങളെ ഔദാര്യം കാട്ടി ഞങ്ങളെ ക്ഷണിച്ച പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. എല്ലാ കാലത്തും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് നന്നായി. പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഈ അവസരത്തിലെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റിന്റെ വാർഷികങ്ങളെയെല്ലാം, ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളെയെല്ലാം ബഹിഷ്കരിച്ചു പോയ പ്രതിപക്ഷത്തിന് തിരിച്ചറിവുണ്ടായി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാർ, കേരളത്തിലെ വെളിച്ചെണ്ണ വില വർദ്ധിക്കാനുള്ള പ്രവണത കണ്ട് ഉടനെ തന്നെ ഞങ്ങൾ വ്യവസായ മന്ത്രിയും കൃഷി മന്ത്രിയും ഞാനുമടക്കം ഉദ്യോഗസ്ഥരടക്കം അതിനാവശ്യമായ ഇടപെടൽ നടത്തി. 529, 550 രൂപ വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചപ്പോൾ അത് കാണാതെ പോയ ആളുകളല്ല, അതിനിടപെട്ട് അതിന്റെ വില കുറച്ചു കൊണ്ടുവന്നു. ഇനിയും കുറയ്ക്കുമെന്ന് മെനഞ്ഞാന്നാണ് ഈ സഭയിൽ ഞാൻ പറഞ്ഞത്. ഇനിയും കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ആ കുറവ് പ്രതിഫലിക്കണം മറ്റ് കടകളിൽ. ഇവിടെ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞപ്പോൾ വലിയ മാളുകളിൽ അവരുടെ നിലവിലുള്ള റേറ്റ് വെട്ടി നമ്മുടെ വിലയ്ക്കനുസരിച്ച് വില കുറച്ച അനുഭവം നമുക്കെല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ ഫലപ്രദമായി ഇടപെട്ടതിന്റെ കണക്കുകൾ ഇവിടെ വിശദീകരിച്ചു. ഇനിയും കുറയ്ക്കുമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. സാർ, ഈ ഓണക്കാലത്ത് മാത്രം 22,36,441 ലിറ്റർ ശബരി വെളിച്ചെണ്ണ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിറ്റു എന്ന് പറഞ്ഞാൽ ഇത് നാട്ടിലെ ആളുകളല്ലേ സാർ ഇത് വാങ്ങിച്ചത്? ഓരോ കാർഡുകാരനും വിഷ്ണുനാഥ് പറയുന്ന കേട്ട് പപ്പടം കാച്ചാൻ വെളിച്ചെണ്ണയും പപ്പടവും കൂടെ അടുക്കൂലെന്ന്. അത് വേറെ എന്തോ സൂക്കേടാണ്. അത് കർണാടകയിലായിരിക്കും ഇവിടെ പറഞ്ഞതുപോലെ. ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ഒരു വീട്ടം വയ്ക്കും. നിങ്ങൾ അറിയേണ്ടത് AAY കാർഡുകാരായിട്ടുള്ള അതിദരിദ്ര കുടുംബങ്ങൾ 6 ലക്ഷം കുടുംബങ്ങൾക്ക് 1/2 ലിറ്റർ വെളിച്ചെണ്ണ സൗജന്യമായി ഗവൺമെന്റ് കൊടുത്തു. വില കുറച്ചു കൊടുത്തതിന് പുറമെയാണ്. അവരെല്ലാം പപ്പടം കാച്ചി, അവരെല്ലാം ഓണാഘോഷിച്ചു. അവിടെ ആ കുടുംബങ്ങളിലൊന്നും ഒരു പ്രയാസം ഉണ്ടായില്ല. ഉപ്പേരിയും വറുത്തു. സാർ, മറ്റൊന്ന് സാർ, 1965 മുതൽ സാർവത്രിക റേഷൻ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് NFSA നിയമം വന്നതോടുകൂടിയാണ് നമുക്ക് 2 ലക്ഷം മെട്രിക് ടൺ അരി പോയത്. അതിവിടെ പല അംഗങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല. 57% മലയാളിയാണ് സ്റ്റാറ്റ്യൂട്ടറിയായി കിട്ടിക്കൊണ്ടിരുന്ന റേഷൻ സംവിധാനത്തിന് പുറത്തേക്കായത്. നമുക്ക് ലഭിച്ചിരുന്ന ആരാ കൊണ്ടുവന്നത്? ഇവിടെ എന്തൊരു വിലാപം നടത്തുന്നു സാർ. എന്താ ഇതിന്റെ അവസ്ഥ? 43% പരിമിതപ്പെടുത്തി ഭക്ഷ്യധാന്യം 57% മലയാളിക്ക് നിഷേധിച്ചത് ഇവരല്ലേ? അതുകൊണ്ടല്ലേ കഴിഞ്ഞ ഈ സഭയ്ക്കകത്ത് ഏകകണ്ഠമായി പ്രമേയം അവതരിപ്പിച്ച് അതിനു മുമ്പ് അവരുമായി സംസാരിച്ച് പ്രമേയത്തിലെ മാറ്റങ്ങളെല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രമേയം തിരുത്തി അവതരിപ്പിക്കാൻ നിൽക്കുമ്പോൾ അവരിറങ്ങിപ്പോയി. അവർക്ക് ആ കുറ്റബോധമല്ലേ? ഈ മലയാളിക്ക് അരി നിഷേധിച്ച, അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ, ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെന്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. സാർ, ട്രേഡ് ഓവർ നിരക്കില് 8.30 അരി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയില്ലെങ്കിലും ആവശ്യാനുസൃതം അരി കൊടുക്കും. സാർ, ഇവിടെ കോവിഡിന്റെ കാലത്ത് ദുരന്ത കാലഘട്ടങ്ങളിൽ നമുക്ക് നൽകിയ അരിയുടെ വില വാങ്ങിച്ചതിന്റെ കണക്കെല്ലാം ഇവിടെ പറഞ്ഞു. അപ്പോൾ പോലും ഒന്നും പ്രതികരിച്ചില്ലല്ലോ. വിലക്കയറ്റത്തെക്കുറിച്ച് ഇന്ന് പറയുന്നുണ്ടല്ലോ. ഏറ്റവും ദുരന്തം കേരളം അനുഭവിച്ച നാളുകളിൽ നൽകിയ അരിക്ക് പണം ഈടാക്കി പിടിച്ചു വാങ്ങിയ നിലപാട് കേന്ദ്രം സ്വീകരിച്ചില്ലേ? അന്ന് എന്തെങ്കിലും അക്ഷരം വേണ്ടിയോ? അതെ, വിറ്റ് കൊടുക്കണമെന്ന് കോടതി പോയ ആളുകളാണ്.
സാർ അതിൻ്റെ ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല സാർ. കഴിഞ്ഞ ഓണക്കാലത്ത് സർക്കാരിൻ്റെ ഇടപെടൽ, റേഷൻ കടയിലുള്ള ഇടപെടലിൽ 1,49,407 മെട്രിക് ടൺ അരിയാണ് റേഷൻ കട വഴി വിതരണം ചെയ്തത്. നല്ല ഒന്നാന്തരം അരി മൊത്ത കച്ചവടക്കാർ കടപൂട്ടിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയതാണ് സാർ. 597 കോടി രൂപയുടെ വില, 40 രൂപ വെച്ച് വില കിട്ടാൽ പോലും 597 കോടി രൂപയുടെ അരി നമ്മുടെ മാർക്കറ്റിലെത്തി. സാർ ഇത് മാത്രമാണോ? മറ്റ് കാർഡുകളുടെ കണക്കെടുത്ത് നോക്കിയാലുള്ള സ്ഥിതി എന്താ സാർ? 87% മലയാളി കുടുംബങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിപ്പോയതല്ലേ? 87% ചരിത്രത്തിലെ സംഭവമല്ലേ? AOI കാർഡുകാർ 99% അരി വാങ്ങി. PHS കാർഡുകാർ 97% പേർ വന്ന് വാങ്ങിയിരിക്കുകയാണ്. ആ കുടുംബങ്ങൾ ഇവരുടെ ഈ വിലക്കയറ്റത്തിന്റെ കഥ പറഞ്ഞ് പ്രസംഗിച്ചത് അവരാരെങ്കിലും വിശ്വസിക്കുമോ സാർ? ഇവർ ഇനിയെങ്കിലും തിരുത്തണ്ടേ അത് സാർ? AOI കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും 6,14,217 സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു സാർ. ഇതൊക്കെ കൊണ്ടാണ് സാർ ഓണത്തിന് അരിയുടെ വില 1 പൈസ വർദ്ധിച്ചില്ല എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നു. ഇവരെവിടെ വില കൂടിയെന്ന് പറഞ്ഞത്? വെളിച്ചെണ്ണയുടെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, അരിയുടെ കാര്യം പറഞ്ഞു, മുളകിന്റെ കാര്യം പറഞ്ഞാലോ? 500 ഗ്രാം മുളക് സബ്സിഡിയായി കൊടുത്ത സ്ഥാനത്ത് 2 കിലോ മുളക് കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചില്ലേ സാർ? എല്ലാ സാധനങ്ങളും സബ്സിഡി സാധനങ്ങൾ ഇരട്ടിയായി കൊടുത്തില്ലേ? അത് കൊടുത്തത് അംഗീകരിക്കണ്ടേ? എങ്കിലും കുറ്റപ്പെടുത്താതിരിക്കണ്ടേ? ആ നിലപാടുകൾ സ്വീകരിക്കണ്ടേ? സാർ, ഇത്തവണ ഓണവുമായി ബന്ധപ്പെട്ട് ഇവിടെ മന്ത്രി സൂചിപ്പിച്ചല്ലോ, 2000 കർഷക ചന്തകളാണ്. അത് കർഷകരിൽ നിന്ന് സംഭരിച്ചത് 1193 ടൺ പഴങ്ങളും പച്ചക്കറിയും കൃഷി വകുപ്പ് സംഭരിച്ചു. 10% വില കൂട്ടി കർഷകന് കൊടുത്തു, 30% വില കുറച്ച് ഉപഭോക്താക്കൾക്ക് കൊടുത്തു. ഏത് ഗവൺമെന്റാണ് സാർ ഇങ്ങനെ ഇടപെടുന്നത്? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതായിട്ട് പറയാൻ കഴിയുമോ? ഇവർ പ്രസംഗിച്ചല്ലോ. കേരളത്തിലെ ഗവൺമെന്റിനെ കുറിച്ചും ഭക്ഷ്യവകുപ്പിനെ കുറിച്ചും കുറ്റപ്പെടുത്തിയല്ലോ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഈ പ്രമേയം അവതരിപ്പിച്ച വിശ്വനാഥിന് കർണാടകയിലെ ചുമതലയുണ്ടല്ലോ. ആ കർണാടകയിലെ ഗവൺമെന്റ് മാതൃകയായി ഞങ്ങൾ ഇന്നത് ചെയ്യുന്നു എന്ന് പറയാമോ സാർ? ഇല്ല, വഴങ്ങില്ല സാർ. വിലക്കയറ്റത്തിൽ മാത്രമല്ല വിഷ്ണു വഴങ്ങുന്നില്ല മിനിസ്റ്റർ പറ. നമ്മുടെ കുടുംബശ്രീ, നമ്മുടെ സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹാസമൊക്കെ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാർ സാധാരണയാണ്. കഴിഞ്ഞ വർഷം 28.47 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളായിരുന്നെങ്കിൽ ഇത്തവണ, ഞാൻ സംസാരിച്ചിട്ട് വഴങ്ങാം, ഇത്തവണ 40 കോടിയുടെ വിൽപ്പനയാണ് സാർ. കുടുംബശ്രീക്കാരുടെ വിൽപ്പന 40 കോടിയാണ് സാർ. അവർ പൂക്കൃഷിയിലേക്ക് ഇറങ്ങി, പച്ചക്കറി കൃഷിയിലേക്ക് 1943 വിപണന കേന്ദ്രങ്ങൾ സംഘടിപ്പിച്ചു സാർ. ഇത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവർ പറഞ്ഞതല്ല ഞാൻ കേട്ടു. എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം വഴങ്ങുന്നില്ല, മിനിസ്റ്റർ വഴങ്ങുന്നില്ല. എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമോ മിനിസ്റ്റർ? യെസ്, വഴങ്ങുന്നില്ല സാർ. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷക്കാലം വില വർദ്ധിപ്പിക്കില്ല എന്ന വാഗ്ദാനം കൊടുത്തു സാർ. 5 വർഷക്കാലം മാത്രമല്ല, 8 വർഷക്കാലം വില വർദ്ധിപ്പിച്ചില്ല. സബ്സിഡി വില വർദ്ധിപ്പിക്കാതെ ജനങ്ങൾക്ക് 10 വർഷക്കാലത്തോളം ഒരേ വിലയ്ക്ക് സാധനം കൊടുത്ത ആ നിലപാട് നല്ലതെന്ന് പറയണ്ടേ? നല്ലതെന്നല്ലേ പറയേണ്ടത് സാർ? ഞാൻ വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. വിഷ്ണു, അവര് വഴങ്ങുന്നില്ല, അവിടെ ഇരുന്നോ? അതിന് ചെറിയ സാർ, ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാർ, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഞങ്ങളുടെ ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് മാത്രമല്ല, ഞങ്ങളുടെ ചരിത്രം അതാണ് സാർ. പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ, അവർക്ക് ആശ്വാസം പകരാൻ, ഓണക്കാലത്ത് ന്യായവിലയ്ക്ക് സാധനം കൊടുക്കുക, ഇതെല്ലാം ഞങ്ങളുടെ ചരിത്രമാണ്. മുതലാളിമാരെ അവരെ എല്ലാം പീഡിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്തരം വിലവർദ്ധനവിൽ നിന്ന് മോചിതമാക്കാൻ വേണ്ടിയുള്ള ഇടതുപക്ഷ മനസ്സാണ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഓരോ ഘട്ടങ്ങൾ നടപ്പാക്കിയത്. ഞാൻ അതിന്റെ കഥകളൊന്നും പറഞ്ഞു പോകുന്നില്ല സാർ. അതാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, 13 തവണയായി കോവിഡ് കാലത്ത് 13 തവണ 12 കോടി 30 ലക്ഷം കിറ്റുകൾ മലയാളിയുടെ എല്ലാ കുടുംബങ്ങളിലും എത്തിച്ച ഗവൺമെന്റാണിത്. ആ കിറ്റുമായി ബന്ധപ്പെട്ടും അതിനോടനുബന്ധിച്ചും കൊടുത്ത അരിക്ക് വില കൊടുത്തതിന്റെ കഥ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി സാർ.
5 ലക്ഷം വരുന്ന കാർഡ് ഉടമകളിൽ 56,73,000 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.25 കോടിയോളം വരുന്ന ജനസംഖ്യ ഇത്തവണ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലേക്ക് വന്ന് സാധനം വാങ്ങിയതിന്റെ കണക്കാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സാർ, അത് സർവകാല റെക്കോർഡാണ്, ചരിത്രത്തിലെ റെക്കോർഡാണ്. 15 കോടിയാണ് വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഒരു ദിവസം 24-25 കോടിയോളം വിൽപ്പനയിലേക്ക് പോയി. അതാണ് ഇവിടെ പറഞ്ഞ 386 കോടി രൂപയുടെ വിറ്റുവരവ്. സബ്സിഡി വിൽപ്പന 180 കോടി. ഈ കാലയളവിൽ 56,73,960 ഉപഭോക്താക്കൾ സപ്ലൈകോയെ ആശ്രയിച്ചു എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ 4 പേർ വെച്ച് കൂട്ടിയാൽ അതാണ് ഞാൻ പറഞ്ഞത്, 2 കോടിയോളം മലയാളികൾ നേരിട്ട് ഇടപെടുകയുണ്ടായി. ഇപ്രകാരമുള്ള വിപണി ഇടപെടലുകളും അതിന്റെ വിജയവും കേരളത്തിലെ പൊതുസമൂഹം എന്ന പോലെ മാധ്യമങ്ങളെല്ലാം തന്നെ അംഗീകരിച്ച്, മാധ്യമങ്ങളെല്ലാം പ്രകീർത്തിച്ച് അഭിനന്ദിച്ച ഇത്തരം ഒരു ഘട്ടത്തിലാണ് വിലക്കയറ്റത്തിന്റെ വിഷയത്തിൽ വന്നത്. മുഖപ്രസംഗം എഴുതി, കേരളമോദിയുടെ മുഖപ്രസംഗം മലയാള മനോരമ നേരിട്ട് വന്ന് എന്നോട് ഇന്റർവ്യൂ നടത്തി പോവുകയുണ്ടായി. സാധാരണ ഉണ്ടാകുന്നതല്ല. എല്ലാ പത്രങ്ങളും, ഒരു പത്രം മാത്രം, എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം, അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ. യാതൊരു വിലക്കയറ്റം ഉണ്ടായില്ല എന്നതാണ് വസ്തുത. അവശ്യ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു എന്നത് ഒരു സാങ്കല്പിക കഥയിലെ ഓർമ്മ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് അവരിത് ഉപയോഗിച്ചത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റു ദീർഘമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. സപ്ലൈകോയ്ക്ക് സർക്കാർ പണം അനുവദിക്കുന്നില്ല എന്ന് ഒരു ആരോപണം ഇവിടെ പറയുകയുണ്ടായി. സാർ, ഈ സാമ്പത്തിക വർഷം വിപണി ഇടപെടലിന് വകയിരുത്തിയിരുന്ന 250 കോടി രൂപയും സപ്ലൈകോയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് സാർ. പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയാണ് സാർ. അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ നന്ദി പറയുകയാണ്. സാറേ, ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളജി പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണം. എനിക്ക് ആ വോയിസ് മെസ്സേജ് സാർ, ആ വോയിസ് മെസ്സേജ് ഞാൻ ചേർന്ന് നോക്കി പറയാം സാർ. അതിന്റെ വോയിസ് മെസ്സേജ് എന്റെ കയ്യിലുണ്ട്. ആ വോയിസ് മെസ്സേജ് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞത് മറന്നുപോയതാണ്. എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു തന്നത് അതേപടി ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം. പിന്നെ മനോരമക്കാര് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, തിരുവോണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ മനോരമ വന്ന് പറഞ്ഞത് എന്താ? അവർ കയറി വരുമ്പോഴേ പറഞ്ഞു വരുന്നത് കേരളത്തിലെ എല്ലാ ജനങ്ങളെയും സന്തോഷത്തോടു കൂടി ഊട്ടിയ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത മന്ത്രിയുടെ ഭക്ഷണം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സാർ, ഇത് ഒരു യാഥാർത്ഥ്യമല്ലേ സാർ? ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഇത് കണ്ണടച്ചിരുട്ടാക്കിയാൽ ഇരുട്ടാവും. സാർ, 2016 മുതൽ പോയിന്റ് ഓഫ് ഓർഡർ സാർ, 2016 സാർ, 2025 വരെ മിനിസ്റ്റർ പോയിന്റ് മാത്രമേ പറയാൻ പറ്റൂ. വിഷ്ണു, പോയിന്റ് മാത്രമാണ്. നേരത്തെ പറഞ്ഞു. ഞാൻ മനോരമയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്. മനോരമയിൽ പറഞ്ഞു ഇന്ത്യയിൽ 1ാമത്തെ വിലക്കയറ്റം കേരളത്തിലാണെന്ന മനോരമയുടെ വാർത്ത ഈ മന്ത്രി അംഗീകരിക്കും. സാർ, എല്ലാ വാർത്തയല്ല, പത്രത്തിന്റെ പത്രധർമ്മമുണ്ട്. എല്ലാ വാർത്തയല്ല, പക്ഷെ അവരുടെ ഒരു ധർമ്മമുണ്ട്. ആ ധർമ്മമാണ് എഡിറ്റോറിയലായിട്ട് വരുന്നത്. നേരിട്ട് വന്നവർ പറഞ്ഞതൊക്കെ അതെല്ലാം നമ്മൾ ആ രീതിയിൽ കാണണ്ടേ? എല്ലാത്തിനും വിശ്വനാഥിനെ പോലെ കാണാൻ പറ്റുമോ സാർ? സാർ, 2016 മുതൽ 2025 ഓഗസ്റ്റ് വരെയുള്ള 7,270 കോടി രൂപ സപ്ലൈകോ വഴി മാർക്കറ്റ് ഇന്റർവെൻഷനും ജനങ്ങൾക്ക് ആശ്വാസം പകരാനുമായി ഇടതുപക്ഷ ഗവൺമെന്റ് 1ഉം 2ഉം പിണറായി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയുക. ഒരു ആശങ്കയും വേണ്ട സാർ. കേരളത്തിലെ ജനങ്ങൾ ഇനിയുള്ള നാളിൽ സുഭിക്ഷമായി, ഇനിയുള്ള നാളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മറ്റ് കൺസ്യൂമർ ഫെഡിന്റെ സ്ഥാപനങ്ങളിലും അതുപോലുള്ള സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ വില കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ആശ്വാസം പകരാനും ആവശ്യമായ നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞാൻ സൂചിപ്പിക്കാം. വാമന സ്റ്റോർ കൊണ്ടുവന്ന് മാവേലിയെ ചവിട്ടി താഴ്ത്തിയവരാണ് അവർ.
ഞങ്ങളത് ചെയ്യില്ല. മാവേലിയെ ചവിട്ടിത്താഴ്ത്തിയവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. എവിടെയാ വാമന സ്റ്റോർ കൊണ്ടുവന്നത്? മന്ത്രി മറുപടി പറയട്ടെ. സ്പീക്കർ മന്ത്രിയോട് ചോദിക്കുക, UDF എവിടെയാണ് വാമന സ്റ്റോർ കൊണ്ടുവന്നത്? അന്ന് ബഹുമാനപ്പെട്ട അംഗം അത്ര പ്രായമായി കാണില്ല. അന്ന് ലീഡറാണ് മുഖ്യമന്ത്രി. ആ സമയത്ത് കൊണ്ടുവന്ന വാമന സ്റ്റോറാണ്. സാർ, കുടുംബശ്രീക്ക് പകരം ജനശ്രീ കൊണ്ടുവന്നവരില്ലേ? വിലക്കയറ്റം കേരളത്തിലെ യാഥാർത്ഥ്യമാണ്. അത് മറച്ചു വെക്കുന്ന മന്ത്രിയുടെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വോക്കൌട്ട് ചെയ്യും.